മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മളിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് റോട്ടോ പമ്പ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. നമുക്കറിയാം ഈ അടുത്തായിട്ട് കുറേ ഇറക്കങ്ങളും കയറ്റങ്ങളും പിന്നെയും കയറ്റവും കണ്ടിട്ടില്ല, നല്ല ഒരു തിരക്കേടില്ല എന്ന് എൻ്റെ ഒരു ഒപ്പീനിയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായതുകൊണ്ട് മാത്രമാണ് ഇതെടുത്ത് അനലൈസ് അല്ല സ്റ്റാറ്റസ് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ വരുന്ന ഓരോ വീഡിയോസും ഓരോ കമ്പനി ഇപ്പോൾ നിലവിൽ എങ്ങനെ നിൽക്കുന്നു എന്നറിയിക്കൽ മാത്രമാണ്. നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ അക്കമിലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഈ വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവെക്കുന്നു. ഇത്തരം കമ്പനികളൊക്കെ ഈ സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. റോട്ടോ പമ്പ്സ് ഇന്നത്തെ ദിവസം 2026 ജൂൺ മാസം 30 ക്ലോസ് ചെയ്തിട്ടുള്ളത് 72 രൂപ 11 പൈസക്കാണ്. അഥവാ 0.72 കൂടിയിട്ടുണ്ട്. പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 1.01% പോസിറ്റീവ് സൈഡാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ടുഡേ ലോ വന്നിട്ടുള്ളത് 70 രൂപ 85 പൈസയാണ്. ടുഡേ ഹൈ പോയിട്ടുള്ളത് 73 രൂപ 17 പൈസയാണ്. ഏകദേശം 2 രൂപ വാങ്ങിച്ച് അത് പ്രോഫിറ്റ് വെക്കാനുള്ള അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഇൻട്രാഡേ ആളുകൾക്ക്, വളരെ ഹൂജി ഫണ്ട് ഇറക്കി ചെയ്ത ആളുകൾക്ക് നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെയും ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, എല്ലാ സ്റ്റോക്കും എല്ലാ ദിവസവും ഇതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗതിവിഗതികൾ കണ്ടിട്ട് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കിക്കളയാമെന്ന് കരുതാൻ പാടില്ല. വളരെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇൻട്രാഡേയിലൊക്കെ നമ്മൾ കാലെടുത്ത് വെക്കാവുള്ളൂ എന്ന സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. മറ്റു നോക്കാനുള്ളത് 52 വീക്ക് ലോ ആണ്, 47 രൂപ 50 പൈസയാണ്. ഹൈ പോയിട്ടുള്ളത് 52 രൂപ 52 വീക്കിൽ ഹൈ പോയിട്ടുള്ളത് 109 രൂപ 50 പൈസയാണ്. ഏകദേശം ഇൻവെസ്റ്റേഴ്സിനൊക്കെ വളരെ നന്നായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൊരു സ്റ്റോക്കായിട്ട് നമുക്ക് ഇതിൻ്റെ സ്കെയിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു 50-40 രൂപയുടെ ഒരു പ്രോഫിറ്റ് ധൈര്യമായി ബുക്ക് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആളുകൾക്ക്. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,1348 കോടി രൂപയാണ്. പി എ റഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 54.60, PB റഷ്യോ 5.61, ഇൻഡസ്ട്രി പി എ റഷ്യോ 43.98, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.13, ROI റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫിഗർ വരുന്നത് 10.30%, EPS TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 1.31, ഡിവിഡൻഡ് ഈൽഡ് 0.27%, ബുക്ക് വാല്യൂ വരുന്നത് 12.75, ഫേസ് വാല്യൂ 1 രൂപയുമാണ്. ഇനി നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ ഫിനാൻസ് സൈഡാണ്. ക്വാർട്ടറിൽ ആദ്യം നമുക്കൊന്ന് പരിഗണിക്കാം. 2025 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം കമ്പനിയുടെ റവന്യൂ 79.83 കോടി രൂപയാണ്. പ്രോഫിറ്റ് വരുന്നത് 12.54 കോടി രൂപയും. അതേപോലെ തന്നെ ജൂൺ 2023 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഒരു ശോകമാണ്. റവന്യൂ 68.28 അഥവാ 14.47% മൈനസിലാണ് പോയിട്ടുള്ളത്. പ്രോഫിറ്റും തദൈവ 6.30 എന്ന പ്രോഫിറ്റ് അഥവാ മുമ്പത്തെ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 49.76% ആ ഒരു മൈനസായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 2025 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആ മൈനസ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 66.6 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. 3.25% ആക്കി ചുരുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പ്രോഫിറ്റിൻ്റെ കാര്യവും അതേപോലെ തന്നെ 5.96 ക്രോറാണ്. 5.540% ആയിട്ട് അവരുടെ മുൻ ക്വാർട്ടറിനെ അപേക്ഷിച്ചിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് ചുരുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ 2025 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. 2025 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 73.42 കോടി രൂപയിലേക്ക് തിരിച്ച് ഒരു നടത്തം നടന്നിട്ടുണ്ട് റവന്യൂയുടെ കാര്യത്തിൽ. ഇനി പ്രോഫിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ നന്നായിട്ടുള്ളൊരു പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. 6.78 കോടി രൂപയുടെ പ്രോഫിറ്റ്. നേരത്തെയുള്ള മൈനസ് എല്ലാം ഒഴിവാക്കി 13.76% ഹൈപ്പിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ 2026 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം റവന്യൂയുടെ ഒരു തോത് നോക്കുകയാണെങ്കിൽ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. 81.72 കോടി രൂപ അഥവാ മുമ്പത്തെ അപേക്ഷിച്ച് 11.30% ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. പ്രോഫിറ്റിൻ്റെ കാര്യം കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്. 5.73 കോടി രൂപയാണ്. അഥവാ നേരത്തെ 2025 ഡിസംബർ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 15.49% പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ താഴേക്ക് മൈനസായിട്ട് പോയിട്ടുണ്ട്.
ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇയർലി ബേസ് ചെയ്തിട്ടുള്ള 5 വർഷത്തെ കണക്കാണ്. ഈ കമ്പനിയുടെ 2021 കാലഘട്ടത്തിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 132 കോടി രൂപയാണ്. പ്രോഫിറ്റ് 18.33 കോടി രൂപയാണ്. 2022 എത്തുമ്പോൾ റവന്യൂ 180 കോടി രൂപ, അഥവാ 36.72% കമ്പനി ഗ്രോത്ത് ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് റവന്യൂയുടെ കാര്യത്തിൽ. പ്രോഫിറ്റിൻ്റെ കാര്യത്തിലും വളരെ ഹൂജിയായിട്ടുള്ള നല്ലൊരു ഫിഗർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റി. 30.24 കോടി രൂപയാണ് ഫിഗറെങ്കിൽ പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച്, അഥവാ 2021 അപേക്ഷിച്ച് 64.97% വളരെ നല്ലതായിട്ടുള്ള റിസൾട്ട് കമ്പനിക്ക് 2022 കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് റവന്യൂയുടെ കാര്യം നോക്കാം. 2022 കഴിഞ്ഞു 2023 ഒന്ന് നോക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് അവിടെയും കീപ്പ് ചെയ്തിട്ടുണ്ട്. 230 കോടി രൂപ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അഥവാ മുമ്പത്തെ അപേക്ഷിച്ച് 27.91% പോസിറ്റീവ് കൊണ്ടുവരാൻ പറ്റി. അതേപോലെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ 9.50%, 33.11 കോടി രൂപയാണ് പ്രോഫിറ്റ്. 2024 എത്തുമ്പം 21%, അഥവാ 279 കോടി രൂപയാണ് റവന്യൂ. 21.22% നന്നായിട്ട് അവർക്ക് മുകളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് റവന്യൂ. അതേപോലെ തന്നെ പ്രോഫിറ്റും തദൈവ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. 39.42%, 19.03% ആണ്. ഈ കമ്പനി മിക്കപ്പോഴും പലരുടെയും ശ്രദ്ധയിൽ വരാത്ത കമ്പനിയും കൂടിയാണെന്നുള്ളത് പലർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത്. നെക്സ്റ്റ് ലാസ്റ്റ് 2026 എത്തുമ്പം റവന്യൂ 302 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, 8.11%. അതേപോലെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട്, 33.67 കോടി രൂപയാണ്. മുമ്പത്തെ അപേക്ഷിച്ച് 14.57% താഴേക്ക് പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ കമ്പനിയുടെ ഓരോരുത്തരും വാങ്ങിച്ച് വെച്ചതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കാരണം നമുക്കറിയാം ഒരു കമ്പനി ആരൊക്കെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് എന്നറിയുമ്പോൾ നമുക്ക് കൂടുതൽ ഹോപ്പ് കിട്ടുമെന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനിയുടെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയാണ്. നാളെ ഏതവസ്ഥയിലേക്ക് മാറാനും സാധ്യതയുണ്ടെന്നുള്ള ഓരോരുത്തരും ഈ വീഡിയോയിലൂടെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു നിലക്കും നമ്മളെ സ്വന്തം ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം എടുക്കരുത്. കാര്യമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഷെയർ ഹോൾഡിങ്ങിൻ്റെ കാര്യത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്. 66.80% ഷെയർ ഹോൾഡിംഗ് നടത്തിയിട്ടുള്ളത് ഓണേഴ്സ് തന്നെയാണ്. റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 32.90%, മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ നാമമാത്രമായിട്ടുള്ള 0.15%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അതിലും കുറഞ്ഞ 0.14%മാണ് സൂക്ഷിക്കുന്നത്. ഇതാണ് ഏറ്റവും നന്നായിട്ട് ഇപ്പം നിലവിൽ റോട്ടോ പമ്പ്സിൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോ. നാളെ എങ്ങോട്ട് പോകുമെന്നുള്ളത് കുറച്ചുകൂടി വാച്ച് ചെയ്യുക, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട്. എന്നിട്ട് പറ്റുന്നതാണെങ്കിൽ, സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിദഗ്ധരായ ഒരാളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ തന്നെ പറയുന്നത് നമ്മൾ ഒരാളെ പെടുത്തരുത് എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുക. കാരണം നമ്മുടെ മാർക്കറ്റ് എന്നും നിലനിന്ന് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമുക്കത് ഔട്ടായി പോകാതിരിക്കാൻ നമ്മളാണ് നമ്മളെ നോക്കേണ്ടത്. മാർക്കറ്റ് അവിടെ ഉണ്ടായിട്ട് നമ്മൾ ഔട്ടായി കഴിഞ്ഞാൽ കളി അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് നമുക്ക് എടുക്കാനോ കൊടുക്കാനോ കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നല്ല ട്രേഡിംഗ് പ്രോഫിറ്റൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.